DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ്. 3 വർഷത്തിന് ശേഷം ഇതാദ്യമായി നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ മാസം മുതൽ ആട്ടയുടെ വിതരണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓരോ താലൂക്കിലെയും സ്റ്റോക്ക് അനുസരിച്ച് 1 മുതൽ 2 പാക്കറ്റ് വരെ ആട്ടയാണ് നീല വെള്ള കാർഡുകാർക്ക് ജനുവരി മാസം മുതൽ അനുവദിച്ചിരിക്കുന്നത്. 1 കിലോ പാക്കറ്റിന് 17 രൂപയാണ് വില. ജനുവരി 10 ആയെങ്കിലും ഭൂരിഭാഗം റേഷൻ കടകളിലും നീല വെള്ള കാർഡുകാർക്കുള്ള ആട്ട സ്റ്റോക്ക് ഇതുവരെ എത്തിയിട്ടില്ല. വരുന്ന ആഴ്ചകളിൽ ഈ പുതിയ സ്റ്റോക്ക് എത്തുമെന്നാണ് കരുതുന്നത്. അതേസമയം സംസ്ഥാനത്തെ നിലവിലുള്ള നീലവെള്ള റേഷൻ കാർഡുകാർക്ക് അനുകൂലമായ ചില പ്രഖ്യാപനങ്ങൾ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ, അതായത് പിങ്ക് റേഷൻ കാർഡുകൾ ലഭ്യമായെന്ന് ഉറപ്പുവരുത്തുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. ഇതിനായി ഓൺലൈനായി അപേക്ഷിക്കുവാൻ ഈ മാസം തന്നെ വീണ്ടും അവസരം നൽകും. നിലവിൽ നീലവെള്ള റേഷൻ കാർഡുകാരിൽ നിന്നും ഓൺലൈനായി ലഭിച്ച 39,682 അപേക്ഷകളിൽ അർഹതപ്പെട്ടവർക്ക് ജനുവരി 15 മുൻപായി PHH പിങ്ക് കാർഡുകൾ വിതരണം ചെയ്യും. 2026 ജനുവരി 31 മുൻപായി അർഹരായ എല്ലാ കുടുംബങ്ങളും പിങ്ക് കാർഡിനായി ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. AAY മഞ്ഞ കാർഡ് വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് 2389 പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെ 6950 കുടുംബങ്ങൾക്ക് മഞ്ഞ കാർഡുകൾ ഉടൻ തരം മാറ്റി നൽകും. ഈ വിഷയത്തിന്റെ സാമൂഹ്യ പ്രാധാന്യം ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. 1965 മുതൽ സാർവത്രിക സ്റ്റാറ്റ്യൂട്ടറി റേഷനിംഗ് നിലനിന്നിരുന്ന സംസ്ഥാനമാണ് കേരളം. ഒരു ഉപഭോക്തൃ സംസ്ഥാനമെന്ന നിലയിലും ഭക്ഷ്യ കമ്മീഷൻ സംസ്ഥാനമെന്ന നിലയിലും ഈ അവകാശം കേരളം ഒറ്റക്കെട്ടായി പൊരുതി നേടിയതാണ്. എന്നാൽ മാറിവന്ന കേന്ദ്ര സർക്കാരുകൾ സബ്സിഡികളും സൗജന്യങ്ങളും പരിമിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാർവത്രിക റേഷനിംഗ് ഇല്ലാതാക്കി. 2013 NFSA നിയമം ഈ വിവേചനത്തിന് നിയമപരമായ അംഗീകാരം നൽകിയത് മൂലം സംസ്ഥാനത്തെ ജനങ്ങളിൽ 57% പേരും റേഷൻ കവറേജിന് പുറത്തായി. മഞ്ഞ പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ പരമാവധി സംഖ്യ 1,54,80,040 നിജപ്പെടുത്തപ്പെട്ടു. ഇതിൽപ്പെടാത്തവർ ഭക്ഷ്യധാന്യ വിഹിതത്തിന് മാത്രമല്ല ചികിത്സ ഉൾപ്പെടെയുള്ള മറ്റു പല ആനുകൂല്യങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടു. സംസ്ഥാന സർക്കാർ ഇപ്രകാരം കവറേജിന് പുറത്തായ മുൻഗണനേതര വിഭാഗത്തെ നീലവെള്ള റേഷൻ കാർഡുകാരായി തിരിച്ച് ലഭ്യമായ പരിമിതമായ ടൈഡ് ഓവർ വിഹിതത്തിൽ നിന്നും റേഷൻ ഭക്ഷ്യധാന്യം നൽകി വരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്രം കൊണ്ടുവന്ന നിബന്ധനകൾ മൂലം മുൻഗണനാ വിഭാഗത്തിന് പുറത്തായി പോയ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ തങ്ങളുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റി ലഭിക്കാൻ സർക്കാരിന്റെ വാതിലുകൾ മുട്ടി വർഷങ്ങളോളം നടക്കുന്ന സ്ഥിതിയുണ്ടായി. മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒരു കുടുംബത്തെ ഒഴിവാക്കിയാൽ മാത്രമേ മറ്റൊരു കുടുംബത്തിന് കാർഡ് നൽകാൻ കഴിയൂ എന്ന നില വന്നു. സംസ്ഥാന സർക്കാർ ആ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തി പരിഹാരമുണ്ടാക്കി. സ്വമേധയാ സറണ്ടർ ചെയ്യുവാൻ അവസരം നൽകിയതിലൂടെയും ഓപ്പറേഷൻ യെല്ലോ എന്ന് പേരിട്ട തീവ്ര പരിശോധനയിലൂടെയും അനർഹർ കൈവശം വെച്ച കാർഡുകൾ മടക്കി വാങ്ങി അർഹരായവർക്ക് വിതരണം ചെയ്തു. ഈ സർക്കാർ വന്നതിന് ശേഷം ഇപ്രകാരം 58,487 മഞ്ഞ കാർഡുകളും 5,40,358 പിങ്ക് കാർഡുകളും അടക്കം 6,03,845 മുൻഗണനാ കാർഡുകൾ അർഹരായവരുടെ കരങ്ങളിൽ എത്തിച്ചതായി മന്ത്രി പറഞ്ഞു. നിലവിലുള്ള ഒഴിവുകളിൽ പൊതുവിതരണ വകുപ്പ് 1,00,000 മുൻഗണനാ കാർഡുകൾ പുതുതായി വിതരണം ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അപേക്ഷ നൽകാത്തതിനാൽ അർഹതയുണ്ടായിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെടുത്തുവാൻ കഴിയാതിരുന്ന 56,932 SC കുടുംബങ്ങൾക്കും 2,046 ST കുടുംബങ്ങൾക്കും കാർഡ് തരം മാറ്റി നൽകുന്നതിന് വേണ്ടി അവരെ നേരിൽ ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ ലഭ്യമാക്കി മുൻഗണനാ കാർഡുകൾ നൽകും. ശേഷിക്കുന്ന ഒഴിവുകളിലേക്ക് പൊതുവിഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തുന്നതിനായി മേൽപ്രകാരമുള്ള നടപടികൾ തന്നെ കൈക്കൊള്ളും. കേന്ദ്ര സർക്കാരിൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തി മുൻഗണനേതര വിഭാഗത്തിനുള്ള ഗോതമ്പ് വിഹിതം 4 വർഷത്തിന് ശേഷം പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞു. കാർഡൊന്നിന് 2 കിലോഗ്രാം വീതം ആട്ട ഈ മാസം മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ജനുവരി മാസത്തിൽ നീല റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും 2 കിലോ അരി മാത്രമാണ് ലഭിക്കുക. വെള്ള റേഷൻ കാർഡിന് ആകെ ലഭിക്കുന്നതും 2 കിലോ അരി മാത്രമാണ്. അതേസമയം സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നീലവെള്ള റേഷൻ കാർഡുകൾ ഉൾപ്പെടെ എല്ലാ റേഷൻ കാർഡിനും 20 കിലോ അരി കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ സ്റ്റോക്കുള്ള ഔട്ട്ലെറ്റുകളിലൂടെ നൽകുന്നുണ്ട്. ഇത് പച്ചരിയായോ പുഴുക്കലരിയായോ ഇഷ്ടമുള്ള രീതിയിൽ വാങ്ങാം. റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന അരി തന്നെയാണിത്. ഇതുകൂടാതെ ജയ, മട്ട, കുറുവ അരി എന്നിവ ഓരോ കാർഡിനും 8 കിലോ വരെ സബ്സിഡി നിരക്കിൽ എല്ലാ മാസവും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകുന്നുണ്ട്. മാസത്തിലെ 1 മുതൽ 15 വരെ ദിവസങ്ങളിൽ 4 കിലോയും 15 മുതൽ മാസാവസാനം വരെയുള്ള ദിവസങ്ങളിൽ മറ്റൊരു 4 കിലോ എന്ന രീതിയിലാണ് നൽകുന്നത്. ഇതുൾപ്പെടെ 13 സബ്സിഡി പലവ്യഞ്ജന സാധനങ്ങളാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ വഴി വിലക്കുറവിൽ സ്റ്റോക്കുള്ളതനുസരിച്ച് എല്ലാ മാസവും ലഭിക്കുന്നത്. സബ്സിഡിയില്ലാത്ത നിത്യോപയോഗ സാധനങ്ങളും വിലക്കുറവിലും ഓഫറുകളിലും സപ്ലൈകോ വഴി ലഭ്യമാണ്. അതോടൊപ്പം സംസ്ഥാന സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച മാസം 1000 രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് മഞ്ഞ റേഷൻ കാർഡ്, പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ അംഗമായിരിക്കേണ്ടത് ഒരു പ്രധാന മാനദണ്ഡമാണ്.
നീല വെള്ള റേഷൻ കാർഡിലുള്ളവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല. അതിനാൽ പിങ്ക് റേഷൻ കാർഡിന് അർഹതയുള്ളവർ ഈ മാസം തന്നെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ നിങ്ങളുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനായി അപേക്ഷിക്കുക. അങ്ങനെ നിങ്ങളുടെ നീല അല്ലെങ്കിൽ വെള്ള കാർഡ് പിങ്ക് റേഷൻ കാർഡായി മാറ്റിക്കിട്ടിയാൽ മാസം 1000 രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനും അപേക്ഷിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.